ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇതാ നമ്മുടെ ചെടികളെല്ലാം ഇടവിട്ട് മഴ പെയ്യുന്നത് കൊണ്ട് നനഞ്ഞു കുളിച്ചിങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ടിട്ട് ചെടി നനയ്ക്കേണ്ട കാര്യമൊന്നും ഇല്ലെങ്കിലും പക്ഷെ ഓവറായിട്ട് വെള്ളം കിട്ടിയാലും ചെടികൾക്കതും ബുദ്ധിമുട്ടാണല്ലോ. പക്ഷേ ഈ റോസ് ഇപ്പോൾ കൂടുതൽ വെള്ളം കിട്ടുന്നത് കൊണ്ടാണോ എന്നറിയില്ല, കുറച്ചധികം ഹാപ്പി ആയിട്ട് കാണുന്നുണ്ട്. ഒത്തിരി പൂക്കൾ ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ കേട്ടോ. പിന്നെ നമ്മുടെ ആ കുഞ്ഞൻ പേരയിൽ 2 കായ ഉണ്ടായിട്ടുണ്ട്. പേരയ്ക്ക ചെറിയ 2 കായ പിടിച്ചിട്ടുണ്ട്. കുഞ്ഞനാണെങ്കിലും നമുക്കൊരു 3-4 പേരയ്ക്ക തന്നതാട്ടോ. പിന്നെ നമ്മുടെ കുറച്ച് ചെടികൾ ഞാൻ ഇങ്ങോട്ട് നമ്മുടെ സൺഷെയ്ഡിന് താഴെ മഴ കിട്ടാത്ത സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒത്തിരി വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരൊക്കെ വഴക്കാവും നമ്മളോട്. അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ച് ചെടികൾ ഞാൻ തിങ്ങിയാണ് നിൽക്കുന്നതെങ്കിലും മഴ കഴിയുന്നത് വരെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് സൺഷെയ്ഡിന് താഴോട്ട് മാറ്റി വെച്ചു. ഇത് മുട്ടക്കൃഷിയാണോ എന്നാരും ചോദിക്കരുത് കേട്ടോ. പല വീഡിയോയിലും നമുക്ക് കാണാൻ പറ്റും, എൻ്റെ പല വീഡിയോസിലും നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സ്നേക്ക് പ്ലാന്റിന് നിറയെ മുട്ടത്തോടിയാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ കുഞ്ഞൻ വഴുതനയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കായും പൂവൊക്കെ ഇട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കൂട്ടം ഇത് കണ്ടോ, ഒരതിഥി വന്നിട്ട് കൂടുകൂട്ടിയതാട്ടോ, ഒരു കുഞ്ഞൻ കിളി. പക്ഷേ പൂച്ച കയറി ഉപദ്രവിക്കാൻ നോക്കിയോ എന്നൊരു സംശയം. അവൾ മുട്ടയിടാറായപ്പോഴത്തേക്കും കൂടുകൂട്ടിയതായിരിക്കണം. അപ്പോഴത്തേക്കും ഇപ്പോൾ 2 ദിവസമായിട്ട് അവളെ കാണുന്നില്ല കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും നമ്മുടെ വഴുതന തണ്ട് ചാഞ്ഞ് കിടക്കുകയായിരുന്നേ. ചെറിയൊരു വിഷമം തോന്നിയിട്ടോ കണ്ടപ്പോൾ. പൂച്ച കയറിയതാവണം. അപ്പോൾ വീണ്ടും മഴ തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ. ഒരു ചെറിയൊരു ഇടവേള, ഒരു 1-2 മണിക്കൂർ മാത്രം. വീണ്ടും മഴ ഇങ്ങനെ ശക്തിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എല്ലാവരെയും. കാരണം ഈ ജോലിക്ക് പോകുന്ന ആൾക്കാരും കുട്ടികളും ഒക്കെ ആണെങ്കിലും വളരെയധികം മഴയത്ത് ബുദ്ധിമുട്ടുന്നുണ്ടാവുമല്ലേ. നേരത്തെയൊക്കെ നമ്മൾ രാവിലെ സ്കൂളിലോട്ട് ഇറങ്ങുന്ന സമയത്തും വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്തും സ്ഥിരം പതിവായിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയല്ലേ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ കാണുന്നതേ ഞങ്ങളുടെ അടുത്തുള്ളൊരു ആമസോൺ ഗാർഡൻ എന്നാണ് കേട്ടോ ഞങ്ങൾ പറയുന്നത്. നിറയെ കാട് കയറി കിടക്കുകയാണ് കേട്ടോ. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ എന്ന് പറയുന്ന പോലെ നല്ല കാടായി കിടക്കുകയാണ്. പിന്നെ ഇന്ന് ഉണ്ടാക്കിയത് ഈ ഒരു ഐറ്റമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. വേറെ ഒന്നുമില്ലാന്നേ, കുറച്ച് ശർക്കരയും ഗോതമ്പ് പൊടിയും തേങ്ങയും ഒരു നുള്ളുപ്പും, അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. മക്കൾക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. ഓക്കെ, ബൈ ബൈ, സി യു, വീണ്ടും കാണാം.